ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇതാണ് നിഫ്റ്റി സ്പോട്ട് ചാർട്ട്. നിഫ്റ്റിന് അത്യാവശ്യം ചെറിയ തോതിലൊക്കെ മൂവ്മെൻറ്റ് നടത്തിയിട്ടൊക്കെ ഉണ്ട്. ഒരു 195 പോയിൻ്റ് മൂവ്മെൻറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ട്രേഡുകൾ വന്നിട്ടുണ്ട്. കുറേയൊക്കെ 1:1, 1:2 ഓരോ സെല്ല് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് രാവിലെ 8 മണിക്ക് കുറച്ച് ലെവൽസ് ഞാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ടോട്ടൽ റിവ്യൂലേക്ക് പോകാം. ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നാച്ചുറൽ ഗ്യാസ് അങ്ങനെ കൊടുക്കാറില്ല. ക്രൂഡ് ഓയിൽ ഞാൻ നോക്കിയിട്ടിടാം. അപ്പോൾ നമുക്ക് ഇത്രയധികം സ്ട്രൈക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തി ആവും വീഡിയോ. ഫസ്റ്റ് പറയാനുള്ളത് 82,100 ആണ്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട പോലെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് ഏതൊക്കെ ലെവലിലാണ് എൻട്രി വരേണ്ടത്, ഏതൊക്കെ ലെവലിലാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള ലെവലാണത്. അതിലും 3 പ്രൈസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 381, 559, 698. 3 പ്രൈസും നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിക്ക് പെർഫോം ആയിട്ടുണ്ട്. ടോട്ടൽ ഒരു 317 പോയിൻ്റാണ് ഇന്ന് മോർണിംഗിൽ എടുത്ത ആൾക്കാർക്ക്. ഈവനിങ് ആകുമ്പോൾ 317 പോയിൻ്റ് അങ്ങനത്തെ ഒരു ലെവലാണത്. പക്ഷേ എൻ്റെ ബൈയിങ് പ്രൈസിൻ്റെ അവിടെ എങ്ങനെ ആക്റ്റീവായി എന്നുള്ള കാര്യം മനസ്സിലായാൽ 351 അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആക്റ്റീവാണ്. അതായത് റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നു, പിന്നെ കുറേ നേരം കേട്ട ലിമിറ്റിൽ വരുന്നത്. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ട്രേഡ് എടുക്കാൻ. ഇനി താഴെ പോയിട്ട് തിരിച്ച് കയറുകയാണെങ്കിലും ഇവിടെയാണ് റെഡ് ക്യാൻഡിൽ, അപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 559 എന്ന് പറഞ്ഞ ലെവലാണ്. അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 40 പോയിൻ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. 1:1 വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് തിരിച്ച് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി ഇങ്ങനെ തിരിച്ച് കയറുന്ന സമയത്ത് ഇത് പ്രോപ്പർ എൻട്രിയാണ്. 559, 698, ഓൾമോസ്റ്റ് ഒരു 160 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അത്രയും മൂവ്മെൻറ്റാണ് ഇതിൽ ക്യാച്ച് ചെയ്തേക്കണത്. ക്യാച്ച് ചെയ്യണം അവർക്ക് കേട്ടോ. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മോർണിംഗിൽ ഇട്ട ലെവൽസാണ്. അപ്പോൾ വേറെ ഒന്നും കാണിക്കാനില്ല, അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ടായാൽ. ഞാൻ അടുത്ത് 25,250 ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുള്ള ലെവൽ തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം പിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സി മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തതിൽ അതിൽ ഫസ്റ്റ് കൊടുത്ത് 119 ലെവലാണ്. 119 റെഡ് ക്യാനിൽ ഇവിടെയാണ് വന്നത്. അപ്പോൾ എടുക്കാൻ പറ്റില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യുക. പിന്നെ റെഡ് ക്യാനിൽ ഇവിടെ വന്നു 158. അത് SL ആണ്. അതിനുശേഷം പിന്നെയും തിരിച്ച് കയറുന്നു. റെഡ് ക്യാനിൽ പിന്നെയും റീആക്ടിവേഷൻ നടക്കുന്നു. അവിടെ നമുക്ക് പ്രോഫിറ്റ് വരുന്നു. പിന്നെ റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം 1:2 വരുന്നു. പിന്നെയും അതേ പ്രൈസ് തന്നെ അടിയിക്ക് ക്യാൻഡിൽസ് പോയി തിരിച്ച് കയറുന്ന സമയത്ത് പിന്നെയും ആക്ടിവേഷൻ നടക്കും. 229, 50 പോയിൻ്റ് മൂവ്മെൻ്റാണ് അത്. ഫുൾ ടാർഗറ്റാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ലെവൽസ് അങ്ങനെയാണ്. അതിൽ ഈ ഒരു 158 ഒരു ടെസ്റ്റിൽ അടിച്ചിട്ടാണ് റീ എൻട്രിയാണ് പ്രോഫിറ്റ് വരിക. പിന്നെ അങ്ങോട്ട് നല്ല പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കി എടുത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എൻ്റെ പരിപാടി വരുന്നത്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയിട്ട് PE അടിക്കുകയാണ്. 25,200 ആണ്. അതൊരു 10 പോയിൻ്റാണ് മൂവ് ചെയ്തേക്കണത്. പിന്നെ കുറേ നേരം സസ്റ്റെയിൻ ചെയ്തു. പക്ഷേ കാര്യമില്ല, നിങ്ങൾ കറക്റ്റ് 10 പോയിൻ്റ് SL ഇട്ട് വയ്ക്കുക. 10 പോയിൻ്റ് കിട്ടണ നേരത്തെ തന്നെ വിൽക്കുക. 10 പോയിൻ്റ് SL തന്നെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സീൻ വരില്ല. ഒരു ലോട്ടിട്ട് ആൾക്കാർക്ക് വേറെ ഒന്നും ചെയ്യാമല്ലേ. 10 പോയിൻ്റ് കിട്ടുന്ന നേരത്ത് പോസ്റ്റ് വയ്ക്കുക എന്നുള്ളത് ചെയ്യാമല്ലോ. അപ്പോൾ അതൊരു ബേസിക് ട്രേഡായിട്ട് കണക്ക് കൂട്ടാം. 10 പോയിൻ്റ് ആരും ഇപ്പോൾ എടുത്തിറങ്ങും. അങ്ങനെ എടുത്തിറങ്ങുന്നവരുണ്ടാവും. ഞാൻ പറയാണ്, എല്ലാവരും നമുക്ക് കണക്കാക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് ആണ്. 82,200 P ആണ്. അതും 1:1 തന്നെയാണ്. നിഫ്റ്റിയുടെ ഒപ്പം ആക്ടിവേഷൻ നടന്നതാണ്. അപ്പോൾ അതും 1:1 വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പോവും, അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ 1:1 വന്നിട്ടാണെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഇത്. നമുക്ക് ആ ടൈമിൽ നല്ലൊരു ട്രേഡ് പിന്നെ വന്നത് ഇവിടെയാണ്. ഒരു 3 ലെവലിൽ ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. 180 ലെവൽ. 80 ആക്ടിവേഷൻ ആയിട്ടില്ല. തിരിച്ചു കയറണം. ഇങ്ങനത്തെ ഒരു തിരിച്ചു കയറൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ മാതിരി ക്യാൻഡിലടിയിലൊന്നും ഇവിടെ പെട്ടെന്ന് ക്ലോസ് ചെയ്തു പെട്ടെന്ന് റെഡ് ക്യാൻഡിലൊന്ന് തിരിച്ച് കയറാം, ബാക്കിയൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് ചോദിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രോപ്പർ എൻട്രി വരുന്നത് ഇത്തിരി അടിയിലേക്ക് പോയിട്ട് വേണം. ക്യാൻഡിൽ അടിയിൽ പോയിട്ട് അവിടെ ഇപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സഡനായിട്ട് വരുന്ന ഫോളൊന്നും എടുക്കാൻ പറ്റില്ല, മനസ്സിലായി. ഇങ്ങനെ പോകണം, എന്നാലാണ് അത് ഇത്തിരി നല്ല എൻട്രി ആവുള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. കൺഫർമേഷൻ കുറവാണ്. അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ 107 107 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവാണ്. കറക്റ്റായിട്ടൊരു 109 നമുക്ക് എടുക്കാം. ആക്ടിവേഷൻ നടന്ന് 2 ക്യാൻഡിൽ 109 വന്നിട്ടുണ്ട്. 2 പോയിൻ്റ് വ്യത്യാസമാണ്. അത് 20 പോയിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ലെവലുണ്ടായിരുന്നു 127. അത് ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ SL ആണ്.
രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതൊരു കോസ്റ്റ് തന്നെയാണ്, പക്ഷേ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങണം, മനസ്സിലായില്ലേ. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് അത്യാവശ്യം പോയിന്റ് മൂവ് ചെയ്തേക്കണത്. ഒരു 25 പോയിന്റ് പിന്നെ മൂവ് ചെയ്തിട്ടുണ്ട് 127. പിന്നെ 52,400 ആണ്. 52,400 ഫസ്റ്റ് ട്രേഡ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, രണ്ടാമത്തെ ട്രേഡാണ് ഞാൻ കൊടുത്തേണത്. അതിൽ 76 പോയിൻ്റാണ്, 76-80 പോയിന്റ് ടോട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 56,800 ആണ്. ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ സെയിം പ്രൈസിൽ 3 എൻട്രി വന്നിട്ടുണ്ട്. ആദ്യത്തെ എൻട്രി 1:1, രണ്ടാമത്തെ എൻട്രി കോസ്റ്റ്, മൂന്നാമത്തെ എൻട്രി അതും 1:1 തന്നെയാണ്. 1:1 33 പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. 30 പോയിൻ്റാണ് 1:1. അപ്പോൾ ബാങ്ക് നിഫ്റ്റി അങ്ങനെയാണ് കാര്യം. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. കാര്യം കുറച്ച് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണെങ്കിൽ കൂടി കുറേ ട്രേഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതോളം എടുക്കാം, ഏതോളം പ്രോഫിറ്റ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണ എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ആ ലെവല് 148-58 എന്ന് പറഞ്ഞ ലെവല്, അവിടെ ഒരു എസ് എൽ വന്നിട്ടുണ്ടാവണം. അതൊന്നാമത്തെ എസ് എൽ. രണ്ടാമത്തെ എസ് എൽ എന്ന് പറഞ്ഞാൽ 127 ഒരു എസ് എൽ വേറെ സ്ട്രൈക്കിൽ. അത് 2 എസ് എൽ വന്നിട്ടുണ്ടാവും. ഒരു ഇഷ്ടം പോലെ 1:1, 1:2, 1:3 എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കവറായി പോകും, അത്രേ ഉള്ളൂ കാര്യം. നല്ല രീതിക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സെറ്റപ്പ് ഈ ഒരു മെത്തേഡ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിത് വീഡിയോ ആയിട്ടാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടാണെങ്കിലും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് ചെയ്യുക. ഗ്രൂപ്പായിട്ടുള്ള പരിപാടികളല്ല, ബാച്ചായിട്ടുള്ള പരിപാടികളല്ല. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിരിക്കും. അത് വീഡിയോ മാത്രം മതി ഞാൻ ചെയ്തെടുത്തോളാം, എനിക്ക് അങ്ങനെ വീഡിയോ മാത്രം കണ്ട് ഈസിയാണ് കാര്യങ്ങളെന്ന് അങ്ങനെ കോൺഫിഡൻസ് ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ബൈ ചെയ്തെടുക്കാം. അല്ലാത്തവർക്ക് ഓൺലൈൻ ക്ലാസ് വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ടൈമിൽ ലൈവ് ട്രേഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ പഠിച്ചു പോകാം. മാർക്കറ്റ് ടൈമിലായിരിക്കും ഫുള്ള് ക്ലാസ് ഉണ്ടാവുക. എങ്ങനെയാണ്, ഏതാണ്, ഇവിടെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നെ കറക്റ്റായിട്ട്. ഞാനിവിടെ ആ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, നിങ്ങൾ ഏത് പൊസിഷനിലാണ്, ഏത് പ്രൈസിലാണ്, എക്സാക്റ്റ് പ്രൈസ് അതാണ്, അവിടെയാണ് ട്രേഡ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര വരെ ഹോൾഡ് ചെയ്യാം, എത്ര നേരം ഹോൾഡ് ചെയ്യാം, ഇനിയിപ്പോൾ നല്ല പ്രോഫിറ്റിക്ക് പോവുകയാണെങ്കിൽ എവിടെ വരെ പോവും, ഇതൊക്കെ ഞാനതിൽ പറയും, മനസ്സിലായില്ലേ. നമുക്ക് പാർഷ്യലായിട്ട് ബുക്ക് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ അത് ആ വീഡിയോസിലും കിട്ടും. ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്ത് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2 സെറ്റപ്പും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം. അപ്പോൾ അത്രയ്ക്കും ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം നമുക്കൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.